ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഡെയിലി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത്. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് കാണുക. ആദ്യത്തെ കാർ നമുക്ക് 4325 വരുന്നത്. അത് പുതിയ അപ്ഡേഷൻ വന്ന കാറാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. മറ്റേ നേരത്തെ നമ്മൾ വീഡിയോയിലിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടായിരുന്നു. റേസിംഗ് മോഡും 5-6 കാർസൊക്കെ ഇട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ. അപ്പോൾ അതിൽ നമ്മൾ കാറിൻ്റെയും റേസിംഗ് മോഡൊക്കെ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്ത കൂട്ടുകാരാണെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചീറ്റ് കോഡൊക്കെ എല്ലാം. അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുന്നേ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എല്ലാവരും ഒന്ന് മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. ഞാൻ അവസാനം 2-3 കാറിൻ്റെ ചീറ്റ് കോഡ് ഞാൻ ഇടുന്നുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഫസ്റ്റത്തെ തന്നെ ഈ വണ്ടിയാണ് നമ്മുടെ പുതിയ അപ്ഡേഷനിൽ വന്നിരിക്കുന്ന കാറ്. അപ്പോൾ ഇതിൻ്റെ ചീറ്റ് കോഡ് വരുന്നത് 4325 വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടിയാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത കാറിൻ്റെ ചീറ്റ് കോഡ് ഞാൻ കാണിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണും. കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു ഈ പുതിയ അപ്ഡേഷൻ വന്നല്ലോ, ചീറ്റ് കോഡൊക്കെ ഒന്ന് തരുമോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ ഗെയിമിലേക്കാണെങ്കിൽ അടുപ്പിച്ച് അപ്ഡേഷൻ വരുവാണ്. ആഴ്ചയിൽ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇതുപോലത്തെ പുതിയ ചീറ്റ് കോഡും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ ഞാൻ വിടുന്നതായിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അതൊരു ഉപകാരമാകുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ എൻ്റെ ഡ്രൈവിങ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണം. ഇന്ന് നമ്മൾ പുതിയ വണ്ടികളൊക്കെ ഓടിക്കുമ്പോഴുള്ള ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ കൂടി ഒന്ന് പറയണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചീറ്റ് കോഡൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചെന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ അപ്പോൾ കാണുവാണെങ്കിൽ എനിക്ക് ചീറ്റ് കോഡ് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ചീറ്റ് കോഡൊക്കെ ഞാൻ നമ്മുടെ ഈ വീഡിയോൻ്റെ അടിയിൽ ഞാൻ പിൻ ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചീറ്റ് കോഡ് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്തു. ഞാനിപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അങ്ങോട്ട് ഇട്ടേക്കാം. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്കമിങ് വരാൻ പോകുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഈവൻറ്റും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെ അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഒരു അപ്കമിങ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നു. പിന്നെ ഫിഫയൊക്കെ തുടങ്ങിയല്ലോ. ഞാനൊരു ബ്രസീൽ ഫാനാണ്. ഞാനപ്പോൾ ഇന്ന് രാവിലെ തന്നെ 3:30 ഇരുന്ന് ബ്രസീലിൻ്റെ മാച്ച് കണ്ട് രാവിലെ നമ്മൾ ഉറക്കം പോയി. കളി ഫുള്ള് കണ്ടപ്പോൾ 1-1 സമനിലടിച്ചതാണ് കണ്ടത്. അപ്പം നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏത് ടീമാണെന്ന് നമുക്ക് അറിയണമല്ലോ. ബ്രസീൽ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏത് ടീമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് ബ്രസീൽ കപ്പടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അർജൻറ്റീനയിൽ കപ്പടിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.